വന്നു വണ്ടി ഇറങ്ങ. ആ എന്നാ പറഞ്ഞു. ഈ സൈഡിലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യും. ഞാൻ അപ്പുറ സൈഡിൽ പാർക്ക് നിർത്തി. ഇപ്പം അപ്പുറ സൈഡിൽ ഫ്രീ ആയി. മറ്റേ എപ്പോഴും അപ്പുറ സൈഡിൽ ഒരു 5-6 കാർ കൊണ്ടുവന്നിട്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഞാൻ ഈ സൈഡിൽ പാർക്കിംഗ് തുടങ്ങിയപ്പോൾ പിന്നെ അപ്പുറ സൈഡിൽ കാർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ എന്നും രാവിലെ ഒരു 5-6 വണ്ടികൾ ഡ്രൈവിംഗ് സ്കൂളിന് അടുത്തൊരു 5-6 വണ്ടികൾ അപ്പുറ സൈഡിൽ എപ്പോഴും കാണാറുണ്ട്. അതൊക്കെ പോയിട്ടാണ്. ഈ സൈഡ് ഇത് KL40A 918 മാത്രമായി. നമ്മൾ ഈ സൈഡ് ഇപ്പോൾ കാലിയാണ്. ഒരു വണ്ടി ഒരു ഞാനിവിടെ പാർക്കിംഗ് നിർത്തിയോടുകൂടി ഇവിടെ കൊണ്ടുവരലിട്ടുള്ള നിർത്തി. ക്രിമിയേഡി ഗ്രൂപ്പ് ആ ക്രിമിയേഡി ഗ്രൂപ്പിൻ്റെ ക്രിമിയേഡി അത് 10-20 വർഷമായിട്ട് ആ ക്രിമിയേഡി ഒന്നും മാറിയിട്ടില്ല. ഇതൊക്കെ എന്നും മാറും കർത്താവേ. ദുബായ് ഡി കമ്പനി, ദുബായ് രാജാവ് ഡി കമ്പനിയും മറ്റേ ഇതിങ്ങനെ കൂടുന്ന ക്രിമിയേഡി ഗ്രൂപ്പിൻ്റെ ക്രിമിയേഡി 20 വർഷം 20 വർഷം കഴിഞ്ഞാലൊക്കെ ക്രിമിയേഡിയൊക്കെ സാധാരണ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മാറേണ്ടതല്ലേ. ഇത്രയും വർഷമായിട്ട് മാറിയിട്ട് കുക്കുവ കമ്പനി, ക്രിമിയേഡി കമ്പനി, മെൻ്റൽ കമ്പനി. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ്. 500-800 രൂപ വാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബൈക്കും സ്കൂട്ടറും മറ്റേ കാലിൻ്റെ ഇടയ്ക്കായിട്ട് വെച്ച് ഒരു മൊബൈൽ ഫോണായിട്ട് നടക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിപ്പോൾ പിണറായി ആയിരിച്ചാലും കേരളത്തിൽ പിടിച്ചാലും നരേന്ദ്രമോദി സാർ അവിടെ പിടിച്ചാലും ഇതിനൊന്നും മാറ്റം വരില്ല. ഇവിടുത്തെ തൊഴിലില്ലായ്മ അതിരൂക്ഷ. 50-60% ആളുകൾക്ക് ജോലിയില്ല. ജോലിയുള്ളവരൊക്കെ കേരളത്തിന് വെളിയിലോ. കേരളത്തിന് വെളിയിൽ, ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ മാത്രം പറയണില്ല, കേരളത്തിന് വെളിയിലാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ എനിക്ക് തോന്നുന്ന ഒരു 25% കേരളൈറ്റ്സ് മറ്റ് സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്യുന്നത്. ഏത് സ്റ്റേറ്റിൽ പോയി കേരളക്കാരാ കുറേ പേരെങ്കിലും കാണും. 25% കേരളൈറ്റ്സ് മറ്റ് സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്യുന്നത്. ഒരു 25% ഇന്ത്യക്ക് വെളിയിൽ പല രാജ്യങ്ങളിലായിട്ടുണ്ട്. 50% കേരളൈറ്റ്സ് പല സ്ഥലത്തായിട്ടാണ്. അതായത് 25 to that ഒരു 30% കേരളത്തിന് വെളിയിലും ഒരു 20% ഇന്ത്യക്ക് വെളിയിലാണ്. 10 to 20% ഇന്ത്യക്ക് വെളിയിലാണ്. ഇവിടെയുള്ള മിക്കവാറും തൊഴിലൊന്നുമില്ല. കുറേ തൊഴിലുണ്ട് കേട്ടോ. കുറച്ച് സർക്കാർ ജീവനക്കാരും പിന്നെ ചെറിയ കുറച്ച് സ്മോൾ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ചെറിയ കുറച്ച് ആളുകൾ. വളരെ ലിമിറ്റഡ് നമ്പേഴ്സാണ്. ജോബ് ജനറേഷൻ ഇവിടെ പറ്റിയിട്ടില്ല കേരളത്തിൽ. എത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഇത് ജോബ് ജനറേഷൻ ഇല്ല എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിലും കുറേ റിഫോംസ് വന്നു. അത് മിക്കവാറും അത് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഇവിടെ കുറേ കോളേജസും സ്കൂൾസും ഹോസ്പിറ്റൽസും വന്നത്. എഡ്യൂക്കേഷണൽ റിഫോംസ് എന്ന് പറഞ്ഞാൽ അതിലൊരു 70% കാത്തലിക് ചർച്ചിന് കൊടുക്കണം. ബാക്കി ഒരു 30% മറ്റുള്ള ചർച്ചുകൾക്ക്. പിന്നെ ഹിന്ദു ഗ്രൂപ്പുകളുണ്ട്. അവരൊക്കെ ലിമിറ്റഡാണ്. ഒരു ടോട്ടൽ 100%-ൽ ഒരു 80% ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ, 70% അബോവ് ക്രിസ്ത്യൻ, 75%. പിന്നെ ഒരു 10 to 15% ക്രിസ്ത്യൻ ഹിന്ദു ഗ്രൂപ്പുകളുടെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ
ഇപ്പോൾ ഒരു 10-20 കൊല്ലത്തിന് മുസ്ലിം ഗ്രൂപ്പ്സുകളുടെ കുറച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അല്ലാതെ ഇത് ഗവൺമെൻറ്റിൻ്റെ വലിയ ഇനീഷ്യേറ്റീവ് ഒന്നുമില്ല. ഹെൽത്ത് സെക്ടറും എഡ്യൂക്കേഷൻ സെക്ടറിലും നടത്തിയ ഇമ്പ്രൂവ്മെൻറ്റ് മുഴുവൻ അതായത് ഇവിടെയുള്ള കുറേ സംഘടനകളായിട്ട് ഉണ്ടാക്കൊണ്ട് വന്ന റിഫോംസാണ്. പക്ഷേ ജോബ് ക്രിയേഷൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് പോലെയുള്ള ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ജോബ് ക്രിയേഷൻസ് നമുക്ക് പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ടെക്നോ പാർക്കിൽ 1 ലക്ഷം പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഫോ പാർക്കിൽ 1 ലക്ഷം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയൊരു ഇതേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. ലാർജ് മറ്റ് സ്റ്റേറ്റുകൾ പോലെ നമുക്കൊരു ഹ്യൂജ് സ്കെയിലായിട്ടുള്ള ഒരു ഇത് പറ്റിയിട്ടില്ല. കേരളത്തിന് ഒരു ജോബ് ക്രിയേഷൻ നമുക്ക് പറ്റിയിട്ടില്ല. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോഴും ഒരു 50-60% കേരളൈറ്റ്സും വർക്കിംഗ് ഔട്ട്സൈഡ് കേരള. ഒരു ഗുഡ് പെർസെൻറ്റേജ് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, അങ്ങനെ പൂനെ, അങ്ങനെ ഒരുപാട് സിറ്റീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മുംബൈ, ഡൽഹി, അങ്ങനെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സിറ്റീസിൽ കേരളൈസ് ഇഷ്ടം പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. കാരണം അവർക്ക് ഇവിടെ നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അപ്പോൾ അവർ വേറെ സ്റ്റേറ്റുകളിലേക്ക് പോകും. ചിലർ വിദേശങ്ങളിലേക്ക് പോകും. പണ്ട് ഗൾഫിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ ഗൾഫിലേക്ക് ഇവിടത്തേക്കാളും സാലറി കുറവ് പലപ്പോഴും. ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റിൽ അതിൽ കൂടുതൽ സാലറി ഉണ്ട്. ഗൾഫിൽ പോണേക്കാൾ കൂടുതൽ സാലറി ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച സമയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മൾ ഗൾഫിലെ സാലറി മറ്റ് സ്റ്റേറ്റുകളിൽ കിട്ടും. ഇപ്പോൾ വേറൊരു സ്റ്റേറ്റിൽ പോയി ഒരു എഞ്ചിനീയറിങ് ഗ്രാജുവേറ്റിന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൾഫിൽ കിട്ടുന്നതിൻ്റെ വലിയ കുറവില്ലാതെ സാലറി കിട്ടും. മറ്റേ ഹൗസിംഗ് ഒക്കെ മറ്റേ ഗൾഫിലെ റേറ്റിനേക്കാളും കുറച്ച് ഇവിടെ കിട്ടും. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കുറച്ചും കൂടെ കുറവാണ്. പൈസ അവിടുത്തെ അടുത്ത് തന്നെ കിട്ടുകയും ചെയ്യും ഇവിടെ. അപ്പോൾ പിന്നെ ആളുകളിപ്പോൾ ഗൾഫ് സെക്ടർ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. യൂറോപ്യൻ സെക്ടർ, US, യൂറോപ്യൻ വെസ്റ്റേൺ സെക്ടർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് അതിൽ ഒറ്റ അഡ്വാൻറ്റേജ് ഉള്ളു. അവിടെ ഈ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ ഇതിലും കൂടുതൽ ഗൾഫിനെ പോലെ തന്നെ പ്രശ്നമാണ് ഈ യൂറോപ്യൻ അമേരിക്കൻ സെക്ടറിൽ. അവിടെ പിന്നെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നുള്ളൊരു ഇതിൽ ആളുകൾ പോകണേ. കാരണം നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ഒന്നും ചെയ്യണ്ട. കാരണം അവിടെ ഗവൺമെൻറ് അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ യൂറോപ്യൻ സെക്ടർ അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്, അവിടെ തന്നെ സ്കൂളും കോളേജും ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ തന്നെ ജോലി കിട്ടാവുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ വെസ്റ്റേൺ വേൾഡിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇന്ത്യയിൽ നിന്ന് ആളുകൾ പോകുന്നത് സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിച്ചല്ല. ചിലർക്കുണ്ട്, കുറച്ച് വീടൊക്കെ നല്ല വീടും കിട്ടും. മെയിനായിട്ട് നെക്സ്റ്റ് ജനറേഷൻ അവിടെ കുറച്ചും കൂടെ സേഫാണ്. അവർക്ക് വേണ്ടി നമുക്കധികം ഇത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട. കാരണം ഗവൺമെൻറ് തന്നെ അതിന് പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ സ്കൂളിലും ഇപ്പോൾ ഇവിടെ ഇവിടുന്ന് ജോലി കിട്ടി അങ്ങോട്ട് പോകുന്ന കുട്ടികളുടെ മക്കൾ അവിടുത്തെ സ്കൂളിൽ അവിടുത്തെ കോളേജിലായിരിക്കും പഠിക്കണം. അപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ അവിടുത്തെ കോളേജിലും പഠിച്ച കുട്ടികൾക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പും ഉണ്ടാവും. അവർക്ക് അവിടെ തന്നെ ജോലി ചെയ്യാവുന്ന അല്ലെങ്കിൽ അണ്ടർസൈഡ് ജീവിക്കാവുന്ന ഒരു എൻവയറമെൻറ്റ് അവിടുത്തെ ഗവൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വെസ്റ്റേൺ വേൾഡിലെ ഒരു അഡ്വാൻറ്റേജ്. ഈ GCC, മറ്റ് സിംഗപ്പൂർ, അങ്ങനെയുള്ള ആ സെക്ടറിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടില്ല. അവിടെ 2 ഇയർ 3 ഇയർ 1 ഇയർ 3 ഇയർ വിസയാന്ന് തോന്നുന്നു. ഞാനൊക്കെ ഉള്ള സമയത്ത് 3 ഇയർ വിസ. അപ്പോൾ കുറച്ചൊക്കെ കൂട്ടി ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ 2 ഇയർ 3 ഇയർ വർഷം അപ്പോൾ അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ വേണമെങ്കിൽ അവർക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതൊരു എന്താ പറയുക, നമ്മൾ ഈ ഇന്ത്യയിൽ കൺസ്ട്രക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ പോലെയാണ്. വർക്ക് ഉണ്ടെങ്കിൽ ജോലിയുണ്ട്. കൺസ്ട്രക്ഷൻ ഉള്ളിടത്തോളം കാലം ജോലിയുണ്ട്. കൺസ്ട്രക്ഷൻ ഇല്ലേ പിറ്റേ ദിവസം അവർ പറഞ്ഞു വിടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവിടുത്തെ സിറ്റുവേഷൻ, ഈ ഗൾഫ് സെക്ടർ. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. തൊഴിലില്ലായ്മ ഇല്ലല്ല, സോറി ഞാൻ പറഞ്ഞുപോയി. അപ്പടി തൊഴിലില്ലായ്മയാണ്, അതാണ് പ്രശ്നം. ഈ തൊഴിലില്ലായ്മ ഇല്ല എന്നല്ല, തൊഴിലില്ല. കേരളത്തിലെ പ്രശ്നം തൊഴിലില്ല.